ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല എല്ലാവർക്കും ഇന്നൊരു ബിരിയാണി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഇത് ബാംഗ്ലൂർ സ്റ്റൈൽ ബിരിയാണിയാണ്, കർണാടക സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണിയൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് നമുക്ക് മാറ്റി വേറൊരു ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കതിന് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ച് 2 ഗ്ലാസ് അരിക്കുള്ളതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളക് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. ഈ ബിരിയാണി വരുന്നത് ഗ്രീൻ ഓർ യെല്ലോ ഒക്കെ ആയിട്ട് വരും, നല്ലൊരു കളറാണ്. അപ്പോൾ നമ്മൾ പച്ചമുളകെല്ലാം ചതച്ച് വെച്ചു. പിന്നെ നമുക്ക് പുതിനയില, മല്ലിയില അതെല്ലാം ഓരോ പിടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ചതച്ചങ്ങ് മാറ്റി വയ്ക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. 2 തക്കാളിയാണ് കേട്ടോ. 2 തക്കാളീനെ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ പുതിനയൊക്കെ ചതച്ച മിക്സിയുടെ അതേ ജാറിലാണ് കേട്ടോ ഇതെല്ലാം ചതച്ചെടുത്തത്. അപ്പോൾ ഇതിൽ പുതിനയിലേക്ക് നന്നായി അരിഞ്ഞില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ. എന്നാൽ ഇനി നമുക്ക് ഇതൊക്കെ സൈഡിൽ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ കുക്കർ അടുപ്പത്ത് വയ്ക്കാം. കുക്കർ വെച്ചു, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് കുറച്ച് കൂടുതൽ പെരിഞ്ചീരകം എടുക്കാം, അതുപോലെ 3 ഏലക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പു, കുറച്ച് പട്ട, പിന്നെ ഈ ബിരിയാണിയിലിടുന്ന ഈ ഇല. ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇതെല്ലാം എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്ന് ഒന്ന് ചൂടാവട്ടെ. നമുക്കപ്പോഴേക്കും ഒരു സവാള ഇതാ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തങ്ങ് വയ്ക്കുക. ഇതെല്ലാം ചൂടായതിന് ശേഷം നമുക്ക് ഈ സവാള അരിഞ്ഞത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി അങ്ങ് ഫ്രൈ ആവട്ടെ. നമ്മൾ നോർമൽ ബിരിയാണിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇത് നന്നായി ഒന്ന് ഫ്രൈ ആവട്ടെ കിടന്നിട്ട്. നമ്മളെപ്പോഴും ഒരേപോലെയൊക്കെ അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് അത് കാണാനും നല്ല ഭംഗിയാണ്. നല്ല പച്ചയും മഞ്ഞയൊക്കെ ആയിട്ടുള്ള കളറിലാണ് ബിരിയാണി. ഇവിടെ ഹോട്ടൽസിലും ഇങ്ങനെയൊക്കെ കാണാറുണ്ട്, പക്ഷെ നമ്മളങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇതിപ്പോൾ കുറച്ച് ടൈമായി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി, നല്ല കന്നഡ സ്റ്റൈലുള്ള ഒരു ബിരിയാണിയായി. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ പോണവരെ നമുക്കങ്ങ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പുതിനയും മല്ലിയിലയും കൂടി അരച്ച് വെച്ച ആ പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പച്ചമണം എല്ലാം പോയിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായി ഒന്ന് ഫ്രൈ ആയി വരില്ലേ, അത് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 തക്കാളി നമ്മളിങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് നമുക്കിനി ചേർക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നന്നായി എണ്ണയിൽ കിടന്ന് അങ്ങനെ ഫ്രൈ ആവട്ടെ കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരിക. നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ട് ഈ പുതിനയും മല്ലിയിലേക്ക് എടുക്കുക. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിന് ഞാനൊരു 2 പിടി വെച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ട് എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിനി ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊക്കെ നന്നായി വഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ പീസസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ കുറച്ച് ഗരം മസാലയാണ്. ഇത് വീട്ടിൽ ഞാൻ തന്നെ പൊടിച്ചതാണ് ഗരം മസാല. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളും അതെല്ലാം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം എണ്ണയിൽ നന്നായി കിടന്ന് ഫ്രൈ ആവട്ടെ. നന്നായി ഫ്രൈ ആയാലാണ് നല്ല ടേസ്റ്റ് വരിക, നല്ല ഫ്ലേവറൊക്കെ വരും. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നത്. ഇനി നമുക്ക് നന്നായി ഫ്രൈ ആയി വന്നപ്പോൾ നമ്മുടെ ചിക്കൻ പീസ്, എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ പറ്റിക്കാനായിട്ട് എന്നും ചിക്കൻ ബിരിയാണിയാണ് 2-3 പീസസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെക്കാറ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് 1/2 കിലോയോ 3/4 കിലോയോ വെച്ചിട്ടൊക്കെ ചെയ്യുക. എത്ര പേരുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പം ഞാനിതാ ചിക്കൻ പീസൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഈ എണ്ണയിലൊക്കെ കിടന്ന് ഈ മസാലയിലൊക്കെ കിടന്ന് ഈ ചിക്കനൊക്കെ ഒന്ന് പിടിക്കട്ടെ. പിന്നെ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം, 1 ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അരിയെല്ലാം ഫസ്റ്റ് കഴുകി വെള്ളമൊക്കെ അളന്നൊക്കെ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് നമുക്കിനി ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 2 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനൊരു 10-15 മിനിറ്റ് ഈ ചിക്കനെ ഇതിൽ കിടന്ന് ഇങ്ങനെ വേവിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വേവാനും സോഫ്റ്റ് ആവാനൊക്കെ ഇത് കുറച്ചുകൂടി നല്ലതാണ്. ഇതിൻ്റെ മസാലയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. ഇങ്ങനെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ അരി ഏതെങ്കിലും യൂസ് ചെയ്യുക, നമ്മുടെ ജീര റൈസ് പോലെയൊക്കെ. ഈ അരി എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിൽ പാലക്കാട് അവിടെ അച്ഛനൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയ അരിയാണ് കേട്ടോ ബിരിയാണി അരി. ആദ്യമൊക്കെ ഒരു അത്ഭുതമായിരുന്നു ബിരിയാണി അരി എന്ന്. പക്ഷേ എല്ലാ സാധനങ്ങളും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കണം, പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കില്ലല്ലോ. അപ്പോൾ ബിരിയാണി അരി അവിടെ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ
നമ്മുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമ്മൾ 2 ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി വാരി വെച്ചത് നമ്മളങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം കുക്കറിൽ 1 വിസിൽ അടുപ്പിക്കുക. 1 വിസിലോ 2 വിസിലോ എങ്ങനെയാണ് നിങ്ങളുടെ അരിയുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾ 1 വിസിലോ 2 വിസിലോ അങ്ങ് അടിച്ച് വേവിച്ചെടുക്കുക. അപ്പം ഞാൻ 1 വിസിലാണ് അടിച്ച് വേവിച്ചത്. നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വിസിലൊക്കെ പോയപ്പോൾ ഞാനങ്ങ് തുറന്നു കൊടുത്തു. ഒരു 10-15 മിനിറ്റ് അത്രയല്ലേ നമുക്ക് ടൈം ആവശ്യമുള്ളൂ. അപ്പോൾ അതാ തുറന്നു കൊടുത്തപ്പോൾ നല്ല കളറിൽ എനിക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല മണമാണ്. ടേസ്റ്റിനേക്കാൾ ഉപരി നല്ല മണമാണ് ഇതിന്. നമ്മുടെ നല്ല കന്നഡ സ്റ്റൈലിലുള്ളതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പീസസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ചിക്കനൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. എന്താണെങ്കിലും എനിക്ക് ആദ്യമൊക്കെ മല്ലിയില പുതിനയില എന്ന് പറഞ്ഞാൽ ഒന്നും ഇഷ്ടമേ അല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ അവരില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ ആയിട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറികളിലൊക്കെ ചേർക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ്, അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതാ ഇങ്ങനൊരു ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ കുറച്ച് സാലഡ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പപ്പടം എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ചിക്കൻ കറി ചാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു പീസ് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയൊരു പീസ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ കന്നഡ സ്റ്റൈൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.